ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് അടിപൊളി ഒരു കലത്തപ്പം ഉണ്ടാക്കിയാലോ? നല്ല സ്പോഞ്ചിയായ നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി നമ്മളിവിടെ കുറച്ച് കരിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു ഇളനീരിൻ്റെ പൾപ്പ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനായി എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പച്ചരിയാണ്. അത് നന്നായിട്ട് കുതിർത്തിയെടുത്തതാണ്. നമ്മൾ ഈ ഇളനീരിൻ്റെ പൾപ്പും ഒരു 4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത പച്ചരിയും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്കിതിലേക്കൊരു ലേശം വെള്ളം മാത്രം നമ്മൾ ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഉച്ച സമയത്ത് നമ്മളിത് അരച്ച് വെച്ചു. 4 മണിയാകുമ്പോഴത്തേക്കും നമുക്കിത് നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കാനുള്ള പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു ലേശം സോഡാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് പൊങ്ങി വരാനാണ് നമ്മൾ ഈ അപ്പക്കാരം ചേർക്കുന്നത്. ലേശം ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട്. ശർക്കര ഉരുക്കിയെടുത്ത ഉടനെ ആ ചൂടോടെ തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു 3 ഏലക്കയും കുറച്ച് ചെറിയ ജീരകവും നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കലത്തപ്പം ഉണ്ടാക്കുന്ന കുക്കർ നമുക്ക് അടുപ്പിൽ വെച്ച് അതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചെറുതായി എരിഞ്ഞ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വരുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സും കിസ്മിസും കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. എള്ള് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം കുറച്ച് കോരിയെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കുമ്പം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ് നമ്മളിത് എടുത്ത് മാറ്റി വെക്കുന്നത്. നല്ല ചൂടായിരിക്കുന്ന കുക്കറിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ സമയം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത്, നട്ട്സ്, കിസ്മിസ് എല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. ഈ സമയം നമുക്ക് കുക്കറിൻ്റെ അടിയിൽ ഒരു പഴയ പാൻ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 10-30 മിനിറ്റ് കൊണ്ട് ഇത് കുക്കായി കിട്ടും. 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും തുറന്നു നോക്കാം. നമ്മളിതൊരു പപ്പടം കുത്തി നോക്കാം. നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ നമുക്കൊരു പിച്ചാത്തി കൊണ്ട് ഈ സൈഡൊക്കെ ഒന്ന് വിടുവിച്ചെടുക്കാം. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ വെറൈറ്റി സ്വാദോടുകൂടിയുള്ള നല്ല സ്പോഞ്ചിയായ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും കലത്തപ്പം ഉണ്ടാക്കുമ്പം വീട്ടിൽ കരിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റും അടിപൊളി ടേസ്റ്റുമാണ് ഇങ്ങനെ കരിക്ക് ചേർത്തുണ്ടാക്കുന്ന കലത്തപ്പം. നല്ല രീതിയിൽ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് വെള്ള ശർക്കരയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നല്ല ഡാർക്ക് കളറുള്ള ശർക്കരയാണെങ്കിൽ കലത്തപ്പം ഉണ്ടാക്കുമ്പം അതിന് നല്ല ഡാർക്ക് കളറായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.